ഹായ്, അസ്സലാമു അലൈക്കും. പ്രിയമുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും തസ്ലീസ് ഡ്രീം എന്ന എൻ്റെ ചാനലിലേക്കും ഇന്നത്തെ വീഡിയോയിലേക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കൊച്ചു വീഡിയോ ആണ്. അതായത് നമ്മുടെ ഇന്നത്തെ ദിവസം എങ്ങനെയൊക്കെയാണ് എന്ന് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ അടുക്കള തോട്ടത്തിലെ കുറച്ച് വിളവെടുപ്പും പിന്നെ നമ്മുടെ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ വരൂ. ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ്, ഞാൻ എന്താ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ അടുക്കള തോട്ടത്തിലെ കുറച്ച് വിളവെടുപ്പും കാണിച്ചു തരാം. വരും. നമ്മൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ സ്വന്തം ഒറോട്ടി, പിന്നെ ഉമ്മാൻ്റെ ഫേവറേറ്റായ ചക്കക്കുരു വരട്ടിയത്, പിന്നെ ഇന്നലെ രാത്രി വെച്ച ചിക്കൻ കറി. അപ്പൊ ഇനി നമുക്ക് നേരെ നമ്മുടെ അടുക്കള തോട്ടത്തിലെ വിളവെടുപ്പ് കാണാം. ഇനി നമുക്ക് നേരെ നമ്മുടെ അടുക്കള തോട്ടത്തിലെ കുറച്ച് ഐറ്റംസ് വിളവെടുക്കുന്നത് കാണാം. ഇതേ ഫസ്റ്റിൽ തന്നെ നമ്മുടെ പച്ച ചീര ഉണ്ട്, അതൊന്ന് നമുക്ക് പറിച്ചെടുക്കാം. ഇതിന് ഇതുപോലെ പൂ വന്നിട്ടുണ്ട്, അത് പറിച്ചിട്ട് ഉണക്കണം വിത്തുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്താ പറയാ, ഇതുപോലെ ഒരു കെമിക്കലും ചേർക്കാതെ നല്ല ഫ്രഷ് ഐറ്റംസ് നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ കിട്ടുമ്പം നമുക്ക് നല്ല സന്തോഷത്തോടെ കഴിക്കാനും ഒന്ന് പേടിക്കണ്ടല്ലോ. ഇവിടുന്ന് പറിച്ചു കഴിഞ്ഞു. ഇവിടെയുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ പച്ചച്ചീര, ചുമന്ന ചീര പോലെ തന്നെ. ഇവിടെയൊക്കെ ഉണ്ട്, ഞാനെല്ലാം പറിച്ചെടുക്കട്ടെ. പിന്നെ ഇതേ തക്കാളി, ചീര പറിച്ചു കഴിഞ്ഞു, ഇത് നല്ലോണം പഴുത്തിട്ടില്ല. അങ്ങനെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് കുറച്ച് വിളവെടുപ്പ് കിട്ടി. അതായത് ഒരു 2 തക്കാളി, കുറച്ച് ചീര, ഇങ്ങനെ ദിവസം കുറേശ്ശെ കിട്ടുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിനൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ കടയിൽ നിന്നൊന്നും വാങ്ങലില്ല ഇപ്പം. പച്ചക്കറി ആയാലും തക്കാളി ആയാലും പച്ചമുളകായാലും. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതേ നമ്മുടെ കുളം, ആമ്പൽക്കുളം ആകെ എന്താ പറയാ നാശമായി കിടക്കുന്നുണ്ട്. എല്ലാം ക്ലീൻ ചെയ്യണം. ആഴ്ചയിൽ ഒരു വട്ടമാണ് ഞാൻ ക്ലീൻ ചെയ്യാറ്. അപ്പോൾ സൺഡേ അല്ലേ ഇന്ന്, അപ്പോൾ ഇന്ന് മൊത്തം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കണ്ടോ, ആമ്പലിൻ്റെ ലീഫെല്ലാം മഞ്ഞ കളറായിട്ടുണ്ട്, അതെല്ലാം പറിച്ച് കളയണം. ഒത്തിരി ലീഫ് ഉണ്ടായിട്ടുണ്ട് കുളത്തിൽ. അപ്പം ആമ്പലിൻ്റെ കുറേ ലീഫൊന്നും ഇങ്ങനെ വെക്കണ്ട, എല്ലാം കളയണം. എന്നാലേ പിന്നെയും ആമ്പൽ തൈ ഉണ്ടാവുള്ളൂ. ദിവസം ഇതിൽ ഫ്ലവർ വരുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വിരിയും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇവരിങ്ങനെ ഇവിടുന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്.